26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. അൻസിബയുടെ പ്രശ്നം ഇതകത്ത് നിന്ന് തീർക്കേണ്ടതായിരുന്നു. ശരിക്കും അവിടെ ഇന്നസെൻ്റ് അങ്കിളാണ് പ്രസിഡൻ്റ് ആയിരുന്നെങ്കിൽ, ഇടവേള ബാബു എന്ന് പറഞ്ഞ ഇടവേള ബാബു ചേട്ടൻ സെക്രട്ടറി ആയിരുന്നെങ്കിൽ അൻസിബയ്ക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കാരണം അവർ എത്രയോ വർഷങ്ങളായിട്ട് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. ആ സമയത്ത് അവരാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അവിടെ നിന്ന് ഒരു കമ്മിറ്റിയിൽ ഒരു അംഗം പോലും ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും, നമുക്ക് സ്ത്രീ പുരുഷനെന്നില്ല, എല്ലായിടത്തും വ്യക്തികളാണ്. ഒരു വ്യക്തിയെ ഇതേപോലെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരം അവിടെ ഉണ്ടാവില്ലായിരുന്നു. അഥവാ ഉണ്ടായാൽ തന്നെ അത് പറഞ്ഞ് തീർത്ത് രണ്ടുപേരെയും കൈ കൊടുത്ത് തിരുത്തേണ്ട ആളെ തിരുത്തി പോവുമായിരുന്നു. അപ്പോൾ അൻസിബ അത് വളരെ സങ്കടത്തോടെ പ്രസിഡൻറ്റോട്, കാരണം ഈ പ്രസിഡൻറ്റ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചാണ്, ശരിയാണ്, കുറച്ച് ലേഡീസ് അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ലേഡീസിനെ കൊണ്ട് അവിടെ ഇരുത്തിയതാണ്. പക്ഷെ അവർ വന്ന് ഇരുന്നപ്പോൾ തൊട്ട് സ്ത്രീകൾക്ക് സപ്പോർട്ട് തരുന്നില്ല, സ്ത്രീകൾക്കൊട്ടും സപ്പോർട്ട് തരുന്നില്ല. സ്ത്രീകൾക്ക് സപ്പോർട്ട് തരാതെ ഈ അശ്ലീലം പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന രണ്ട് വ്യക്തികളെ ചേർത്ത് പിടിച്ചിരുത്തിയിരിക്കുകയാണ്. അപ്പം അൻസിബ എത്ര പ്രാവശ്യമാണ് അവിടെ മെയിൽ അയച്ചതും കംപ്ലൈൻറ്റ് പറഞ്ഞതും സങ്കടത്തോടെ. അപ്പം നമ്മുടെ വീട്ടിൻ്റെ അകത്ത് നമുക്ക് നീതി കിട്ടിയില്ലെങ്കിലാണ് നമ്മൾ പുറത്തോട്ട് പോണത്. അങ്ങനെയാണ് അൻസിബ പുറത്തോട്ട് പോയത്. ഒരു പെൺകുട്ടിയെ, അതും വർഷങ്ങളായിട്ട് ഒറ്റയ്ക്ക് പോരാടുന്ന, ഒറ്റയ്ക്ക് ജീവിക്കുന്ന, കുടുംബത്തെ നോക്കുന്നൊരു കുട്ടി, അത് വലിയ അവരവർക്ക് ആ വേദന വരുമ്പോഴേ അതെന്തും മനസ്സിലാവുള്ളൂ. ചില സ്ത്രീകളും ചിലവരൊക്കെ ഇരുന്നിട്ട് അൻസിബയെ വളരെ മോശമായിട്ട് പറയണം. അവരുടെ വീട്ടിലും പെൺമക്കളുണ്ട്, അവരുടെ മക്കൾക്കോ അവർക്കോ ആ വേദന വരെങ്കിൽ മാത്രമേ അനുഭവിക്കുന്നവർക്ക് അത് പറയാൻ പറ്റുള്ളൂ. കാരണം അൻസിബ എത്രത്തോളം വേദനിച്ചു എന്ന് ഞങ്ങൾക്ക് പലർക്കും അറിയാം, അതിൻ്റെ അകത്തുള്ള ഭൂരിഭാഗം പേർക്കും അറിയാം. പക്ഷെ എന്തിനാണ് ആ കുട്ടി, സൊസൈറ്റി മുഴുവൻ ആ കുട്ടിയുടെ കൂടെയാണ്, പക്ഷെ അമ്മ സംഘടനയിലെ ഏറെ പേർ ആ കുട്ടി, വനിതകൾ തന്നെ സാരഥ്യം വഹിക്കുന്ന ഒരു കമ്മിറ്റിയിൽ, ഒരു ഭരണസമിതിയിൽ വനിതയ്ക്ക് നീതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അപ്പോൾ അവർ വേറെ എവിടെയാണ് സമീപിക്കേണ്ടതെന്നുള്ളൊരു ചോദ്യം കൂടിയില്ലേ? വനിതയ്ക്ക് മാത്രമല്ലല്ലോ നീതി കിട്ടാത്തത്, പുരുഷന്മാർക്കൂടെ നീതിയുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് MLA രമേശ് പിഷാരടിക്ക് സംഭവിച്ചത്. രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്നത്. ഇപ്പം നമ്മൾ മാധ്യമങ്ങൾ തന്നെ നമ്മളോട് വരുമ്പോൾ ചോദിക്കും, റെക്കോർഡാണ്, നമ്മുടെ അനുവാദം ചോദിച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യണത് അല്ലേ? അല്ലാതെ നമ്മുടെ അനുവാദമില്ലാതെ ഇത് കേസാക്കാം. എന്തുകൊണ്ടാണ് MLA, അദ്ദേഹം ജനപ്രതിനിധിയാണ്, അപ്പോൾ അദ്ദേഹത്തിന് യൂസ് ചെയ്തിട്ട് അവർക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം എഡിറ്റ് ചെയ്തിട്ട് അത് പുറത്തു വിടുന്നത് എന്ത് ന്യായമാണ്? ഇപ്പം അവിടെ വനിതകളായാലും പുരുഷനായാലും നാളെ ഈ പ്രസിഡൻ്റ് അടുത്ത് ആർക്കെങ്കിലും ഒരു സങ്കടം വന്ന് ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് റെക്കോർഡാക്കിയിട്ട് ലോകം മുഴുവൻ കേൾപ്പിക്കില്ല എന്ന് എന്തുറപ്പുണ്ട്? അങ്ങനെ ഒരു പ്രസിഡൻറ്റിന് നമുക്ക് എന്തിനാണ്? അത് ഏത് സംഘടനയിലായാലും ഏത് ഓർഗനൈസേഷനിലായാലും ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ പല സങ്കടങ്ങളും പറയും, ചിലപ്പോൾ ആ ഇമോഷണൽ പല കാര്യങ്ങളും പറയും, ചിലപ്പോൾ സൗഹൃദത്തിൽ പല തമാശകളും പറയും. അതിനെ യൂസ് ചെയ്യുന്നത് എന്തൊരു മോശപ്പെട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ന്യൂസ് ചാനലിന് അയച്ചു കൊടുക്കുന്നു. ന്യൂസ് ചാനലിലെങ്കിലും ഒരു ഇത് വേണ്ടേ? അവർക്ക് ഇന്ന് വാർത്തയാണ് വേണ്ടത്. രണ്ട് മുട്ടനാടുകൾ അടിയുണ്ടാക്കുമ്പോൾ രക്തം ഊറ്റിക്കുടിക്കുന്ന ആൾക്കാരാണ് ഇന്ന് നമ്മുടെ ചുറ്റിനുള്ളത് ഈ കാലഘട്ടത്തിൽ. അത് വളരെ മോശമാണ്. അപ്പോൾ ഇവിടെ പെണ്ണുങ്ങൾക്കും നീതി കിട്ടുന്നില്ല, ആണുങ്ങൾക്കും നീതി കിട്ടുന്നില്ല. ഇതേപോലൊരു വ്യക്തിക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രശ്നമുണ്ടായപ്പോൾ ഇന്നസെൻ്റ് അങ്കിൾ എന്ന് പ്രസിഡൻ്റായിട്ട് ഇരുന്നപ്പോൾ അതെത്ര മനോഹരമായിട്ടാണ് ഇന്നസെൻ്റ് അങ്കിൾ ഹാൻഡിൽ ചെയ്തത്. അതാണ് ഇന്ന് ഇന്നസെൻ്റ് അങ്കിൾ മുകളിലിരുന്ന് ആലോചിക്കുമായിരിക്കും, ഞാൻ കൊണ്ടുവന്ന് വളർത്തി ഇത്ര കഷ്ടപ്പെട്ട ഒരു സംഘടന ഇത്രയും ജനത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് മോശമായിട്ട് പറയാണ്. ഞങ്ങളുടെ പ്രസിഡൻറ്റ് പറഞ്ഞല്ലോ, തെരുവിലേക്ക് വലിച്ചഴിച്ചാണ്. തെരുവിലേക്ക് ആരാണ് ആദ്യം വലിച്ചഴിച്ചത്? ഈ പറയുന്ന പ്രസിഡൻ്റ് അല്ലേ. സെക്രട്ടറി അവിടുത്തെ ഒരു സ്റ്റാഫിനെ പുറത്താക്കുന്നു. പിറ്റേ ദിവസം വന്ന് ആദ്യമായിട്ട് അവരെല്ലാം മീഡിയയുടെ മുന്നിൽ വന്നു, ഞാൻ സ്റ്റാഫിനെ എടുക്കുന്നു, ഞങ്ങളുടെ ട്രഷറിനെ 3 മാസത്തിലേക്ക് അവധിക്ക് പോകാൻ പറയുന്നു. ഈ പ്രശ്നങ്ങൾക്ക് കാരണം ശ്വേതാ മേനോനും അതോടൊപ്പം ലക്ഷ്മിപ്രിയയും അടങ്ങുന്ന ആ ഒരു ഭരണസമിതിയുടെ കൃത്യവിലോപമാണ് എന്നുള്ളതാണോ അങ്ങ് പറയുന്നത്? തീർച്ചയായും. കാരണം അവിടെ ഏറ്റവും ഉദാഹരണം ഞാൻ പറയാം. ശ്വേത ചേച്ചിയുടെ ബിഗ് ബോസ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ബിഗ് ബോസ് കണ്ടിട്ടുണ്ടല്ലോ. ആ ബിഗ് ബോസിൽ അവർ വിജയിച്ചോ? അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയല്ലേ ചെയ്തത്. അന്ന് അതിൻ്റെ
മെയിൻ ആൾ തന്നെ വന്ന് ചോദിച്ചു, എന്തിനാണ് സ്വന്തം കുഞ്ഞിനെ കൊണ്ട് കള്ളാണയിട്ടത്? എന്തിന്? അത് അവിടെ പറഞ്ഞില്ലേ? അന്ന് നമുക്കിത് വാർത്താ പ്രാധാന്യം വന്നാണ്. അപ്പം അതേപോലെ തന്നെ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന പ്രസിഡൻറ്റും കുക്കു പരമേശ്വരൻ എന്ന സെക്രട്ടറിയും തമ്മിൽ തുടങ്ങിയ ഈഗോയാണ് അവിടെ അടിയുണ്ടാവുന്നത്. കാരണം രണ്ട് ശത്രുക്കളുടെ ശത്രുവിനെ മിത്രമാക്കിയെടുത്തു. അതാണ് അവിടെ ഉണ്ടായത്. ഈ രണ്ടുപേരും ഒരു മേശയുടെ അപ്പുറം ഇപ്പുറം തീർക്കേണ്ട പ്രശ്നങ്ങളാണ്. അതിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ലക്ഷ്മിപ്രിയ നീനാക്കുറുപ്പിനെയും അൻസിബയെയും വളരെ മോശമായിട്ട് പറഞ്ഞ സമയത്ത് എന്തുകൊണ്ടാണ് പ്രസിഡന്റ് അവരെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ല, ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയില്ല? അതേപോലെ തന്നെ ടിനി ടോം എന്ന് പറഞ്ഞ ടിനി ചേട്ടൻ അൻസിബയും നീന ചേച്ചി ഇത്രയും മോശമായ ആ ശ്ലീല പദങ്ങളും വാക്കുകളും പ്രയോഗിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സ്ത്രീ എന്ന് പറയുന്ന പ്രസിഡന്റ്, അവർ വുമൺ കാർഡ് ഇറക്കുകയാണല്ലോ, ആ വുമൺ എന്തുകൊണ്ടാണ് ആ രണ്ട് സ്ത്രീകളെ ചേർത്ത് പിടിക്കാതെ ആ അശ്ലീലം പറഞ്ഞ രണ്ടുപേരെ ചേർത്ത് പിടിച്ച് എന്തിനാണ്? അവിടം തൊട്ട് പ്രശ്നങ്ങൾ തുടങ്ങി. പക്ഷേ ഇപ്പം എന്താണ്, അവർ രണ്ടുപേരും പുറത്തു പോയില്ലേ? മല്ലിക ആൻറ്റി തന്നെ ശ്വേത ചേച്ചിക്ക് വേണ്ടിയാണ് അംഗത്വം രാജിവെച്ചത്. ആണോ? അംഗത്വം രാജിവെച്ചത്. എന്നിട്ട് ശ്വേത ചേച്ചി നാഷണൽ ചാനലിൻ്റെ മുന്നിൽ വരെ പറഞ്ഞു, ഞാൻ അമ്മ അംഗത്വം രാജിവെച്ചു എന്ന് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് അവർ രാജി ലെറ്റർ കൊടുത്തു. പറച്ചിലല്ല. ഒരാളുടെ തെറ്റായ തീരുമാനമായാലും ശരിയായ തീരുമാനം നിലപാടിൽ നിൽക്കുക. ഇപ്പം എന്താണ്, മല്ലിക ആൻറ്റി ആരായി? അവരുടെ കൂടെ നിന്നതല്ലേ? അപ്പോൾ കൂടെ നിന്നവരൊക്കെ അവർ ചവിട്ടി പുറത്താക്കുകയാണ്. ഇപ്പം എവിടെ ലക്ഷ്മിപ്രിയ എവിടെ പോയി? ടിനി ടോം എവിടെ പോയി? അവരെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്തിട്ട് അവരെ രണ്ടുപേരും ഇപ്പം കാണാൻ പോലുമില്ല. ഇന്നലെ ഏതോ ഒരു പോസ്റ്റ് കണ്ടു, ടിനി ടോമിനെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടില്ല എന്ന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.